അതിന് എല്ലാ രാജ്യങ്ങൾക്കും കൂടിയുള്ള നിരക്ക് എന്തായാലും 25% താഴെ ആയിരിക്കണം എന്നും പറഞ്ഞൊരു കണക്കങ്ങ് പ്രഖ്യാപിച്ചു. ഈ 25% എന്ന് പറഞ്ഞൊക്കെ ഒരു നിരക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു അച്ചീവബിൾ ടാർഗറ്റാണോ എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കണം. അച്ചീവബിൾ ടാർഗറ്റ് കൊണ്ട് രണ്ടെണ്ണം ഉണ്ട്. അത് അച്ചീവ് ചെയ്തതുകൊണ്ട് എന്തൊക്കെ കൊണ്ടാണ് ഗുണനിലവാരം ഉണ്ടാകുന്നത്? സാമൂഹ്യമായിട്ട് ഗുണമുണ്ടായിട്ടുണ്ടോ, അതായത് നിരക്കുകൾ കുറഞ്ഞുണ്ടോ, അതേ പക്ഷം ചികിത്സയുടെ ചിലവ് കുറഞ്ഞോ കൂടിയോ? എത്രയായാലും ഒരു ശസ്ത്രക്രിയ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നോർമൽ പ്രസവത്തിനെ അപേക്ഷിച്ച് ആപേക്ഷികമായി ശസ്ത്രക്രിയ നിരക്ക് കൂടിയിരിക്കണം എന്തായാലും. അത് നോർമലായിട്ടുള്ളൊരു ചിന്തയിൽ കൂടെ വരേണ്ടതാണ്. പശുവിൻ്റെ ആയാലും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സിസേറിയൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിരക്ക് കൂടുതലാണ്, വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ കുറവാണ്. അതേ നിരക്ക് തന്നെ സ്ത്രീകളിലും മനുഷ്യരിലും അങ്ങനെ തന്നെയാണ് നിരക്ക് കൂടുക. അപ്പം കൂട്ടിയ നിരക്ക് കൊണ്ട്, ആനുപാതികമായി കൂട്ടിയ നിരക്ക് കൊണ്ട് വേറെ വല്ല സാമൂഹ്യ കുറവുണ്ടെങ്കിൽ അത് കൂട്ടുന്നത് നമ്മൾ യോജിച്ചെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു സ്ട്രൈക്കിംഗ് ബാലൻസിലെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കേരള സർക്കാർ തന്നെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം അതിന് ഉപോത്ബലകമായ ഒരു വിഷയം എടുത്തു പറയുകയാണെങ്കിൽ അതൊരു ഒരു നല്ലൊരു വിഷയമല്ല, എന്നാലും പറയാം. അല്ല, തീർച്ചയായിട്ടും പറയണം. കാരണം നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒത്തിരി കാണുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ അറ്റൻഷൻ പ്ലീസ്. ഓക്കെ, ഇതിന് പറയപ്പെടുന്ന ചേർത്തല സംഭവം എന്നാണ് പറയുന്നത്. അതൊരു ദുഷ്പ്രചരണം കിട്ടിയതാണ്. ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്, ഉദാഹരണം ഒരു ഓണം അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് ഇത്യാദികളൊരു നാഷണൽ ഫെസ്റ്റിവലാണ്, നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു നാഷണൽ ഫെസ്റ്റിവൽ. അതിനോടനുബന്ധിച്ച് 2-3 ദിവസം സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ചേർന്ന് ലീവ് എടുക്കുമെന്നുള്ളത് ഒരു വലിയ അത്ഭുതകരമായ സംഭവമൊന്നുമല്ല. അത് ഡോക്ടേഴ്സും എക്സെപ്ഷൻ അല്ല. ഡോക്ടേഴ്സ് മാത്രമല്ല, അവിടെയുള്ള നേഴ്സസും പിന്നെ അനസ്തീസിയോളജിസ്റ്റുകൾ, അനസ്തീസിയ ടെക്നീഷ്യൻസും ഇങ്ങേയറ്റം സെക്യൂരിറ്റി സ്റ്റാഫ് വരും. ആ സമയങ്ങളിൽ ലീവ് ചോദിക്കുമെന്നും അതിന് ലീവ് കൊടുക്കണമെന്ന് പറയുന്നത് ഒരു അരോചകമായ ഒരു സിറ്റുവേഷനല്ല. പക്ഷെ സമൂഹത്തിൽ അന്ന് വയ്ക്കേണ്ട പ്രസവം മാറ്റിവെക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് ഒരു ദുശ്ചിന്തയാണ്. ഓക്കെ, ന്യായമല്ല അത്. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ അന്ന് പ്രസവിക്കാൻ പാടില്ല, ആകെ യേശു ക്രിസ്തു മാസം പ്രസവിക്കാവുന്നോ, അല്ലെങ്കിൽ ഓണമായതുകൊണ്ട് മൊത്തം നാട് മിണ്ടാണ്ടിരിക്കണമെന്നോ എന്ന് പറയുന്നത് നടക്കില്ല. പക്ഷേ നമുക്ക് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഫാർമക്കോളജിക്കൽ, അത് മരുന്നുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2-3 ദിവസം നേരത്തെയാക്കുകയോ അല്ലെങ്കിൽ 1-2 ദിവസം വൈകിക്കുകയോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ലോകമെമ്പാട് നടക്കുന്നുണ്ട്. നടന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നിങ്ങളെപ്പോലുള്ളൊരു സാധാരണക്കാരനെ ചിന്തിച്ചിരിക്കാൻ ഞാൻ വിചാരിക്കാം. നിങ്ങളുടെ വീട്ടിലെ ഒരു അമ്മ, നിങ്ങളുടെ അമ്മ ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ അമ്മ അവിടെ വേണമെന്ന് തന്നെയല്ലേ നിങ്ങൾ വിചാരിക്കുക? അന്ന് സ്വാഭാവികമായ ചോദ്യങ്ങൾ പോലെ അത്രയേ ഉള്ളൂ. അങ്ങനെ മാറ്റിവെക്കപ്പെടുന്ന ഒരു, അത് ഡോക്ടർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇപ്പം നമ്മളിന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത് അത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നക്ഷത്രങ്ങൾ നോക്കി ഇന്ന മണിക്കൂറിനുള്ളിൽ കൊച്ച് സൂര്യനെ ദർശിക്കണം, അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഇന്ന ദിവസം ഇന്ന മണിക്കൂറിലായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന മിനിറ്റിൻ്റെയും ഇടയ്ക്ക് ശനി ആക്രമിക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സയൻസ് എന്ന് പറയുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് സയൻസ് എന്നാണ് ഞാൻ ചോദിക്കുന്നവരുണ്ട്. ജ്യോത്സ്യം നോക്കിയിട്ട്, ഈ ജ്യോത്സ്യമാണോ ആരാണെന്നറിയില്ല, ആരെങ്കിലും ആവട്ടെ. ഞാനിപ്പോൾ ജ്യോത്സ്യന്മാരെ കൂട്ടടിച്ച് കുറ്റം പറയല്ല, അതിനകത്ത് ആര് തന്നെ ആയിക്കോട്ടെ, അവരുടെ വീട്ടിലെ കാരണവന്മാരായിരിക്കാം, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ നിമിത്തം എന്ന് പറഞ്ഞ് പലരും വിചാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പോലല്ല, എല്ലാ മതവിഭാഗവും ചിന്തിക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ പ്രത്യേക ദിവസം അല്ലെങ്കിൽ പ്രത്യേക ഇത്യാദികളൊക്കെ, അത് ടു ദ എക്സ്റ്റെൻറ്റ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചു വരികയാണെങ്കിൽ, എൻ്റെ ഭാര്യയുടെയും എൻ്റെ ആദ്യത്തെ മകൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണ്, അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ അന്ന് തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതും അന്ധവിശ്വാസത്തിൽപ്പെട്ടതാണോ, അത് നമ്മളൊരു യൂണീക്ക് ആയിക്കോട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ കൂടി ആയിക്കോളൂ എന്ന് വിചാരിച്ചോളൂ. നമുക്ക് വേണമെങ്കിൽ ചിരിച്ചു തള്ളാം, അല്ലെങ്കിൽ അതിൻ്റെ രസത്തിലും എടുക്കാം. പക്ഷേ ഈ കറക്റ്റ് സമയവും ജ്യോതിയോ കൊടുച്ചു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊരു
വലിയൊരു അന്ധവിശ്വാസ ചർച്ചയിലേക്ക് നയിക്കാം. ഇപ്പം ഏത് തരത്തിൽ വേണമെങ്കിലും ഇതിനെ ഏത് വിഷയത്തിനെയും അമ്മയെ തല്ലിയാലും 2 പക്ഷം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് ചിന്തിക്കാം. പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഉപദ്രവം ഇല്ലാത്തൊരു പ്രശ്നമാണെന്ന് വിചാരിക്കില്ല, ഞങ്ങൾക്കത് ഇൻ്റർഫിയർ ചെയ്ത് അതിനെ സമയം അത് തീർച്ചയായിട്ടും സിസേറിയനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയാണെങ്കിൽ എന്ന് വരുമെങ്കിൽ ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തും. ഞങ്ങൾ ചെയ്യാറില്ല. ആസ് എ മാറ്റർ ഓഫ് പ്രിൻസിപ്പിളായിട്ടാണ് ഞങ്ങളത് ചെയ്യില്ല. കാരണങ്ങളും പറഞ്ഞു കൊടുക്കും അവരോട്. നിങ്ങൾ വിചാരിക്കുന്നത് കറക്റ്റല്ല എന്ന് പറയും. എന്നിട്ടും ആരെങ്കിലും നമ്മളുടെ ചെവി കയറി നിരങ്ങുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് ചെയ്തു കൊടുക്കാൻ. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മാക്സിമം പോയാൽ ആ രോഗി നമ്മളുടെ അടുത്തുനിന്ന് പോയിട്ട് ലെസർ എൻഡൗഡ് ഹാൻഡ്സിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു സാമൂഹ്യമായി പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ പറ്റും, എത്രത്തോളം പ്രതിരോധിക്കാമോ അതേ ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഒരു കൂട്ടായ ഒരു ഡോക്ടേഴ്സിന് ഇതിനകത്ത് ഇവിടെ ഒരു ജാതി മതവും ഇല്ല. ഞങ്ങളൊരു കൂട്ടമായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കാറുണ്ട്. ടു എക്സ്റ്റെൻറ്റ് പറഞ്ഞ് പറയാറുണ്ട്. ഞങ്ങൾ ഗൈഡ് ലൈൻസ് എഴുതി കൊടുക്കാറുണ്ട്, പ്രിൻറ്റഡ് ഗൈഡ് ലൈൻസ് ഒക്കെ എഴുതി കൊടുക്കാറുണ്ട്, ഇതൊന്നും വിഷയമല്ല എന്നും പറഞ്ഞ്. പിന്നെ തീർത്തും അപ്രായോഗികമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ വരും, എന്നാൽ ഞങ്ങൾ ചാർജ് ചെയ്യും. ഓക്കെ, ഇതെങ്കിലും അവരെ ഡിറ്റർ ചെയ്യുമല്ലോ എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അതും അവർ കുഴപ്പമില്ല എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡെങ്കിൽ, എന്നെ തല്ലല്ലേ അമ്മാവ ഞാൻ നന്നാവില്ല എന്നുള്ള വിവക്ഷയാണ്. അവിടെ എന്താ ചെയ്യുക നമ്മൾ? അവിടെ നമ്മൾ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മാർഗം സ്വീകരിക്കുന്നത് മാക്സിമം സുരക്ഷയുള്ള സമയം നമ്മളൊരു 4 ഡേറ്റെങ്കിലും തീരുമാനിച്ചിട്ട് വരും. അതിലുള്ളതിൽ ഒരെണ്ണം ഞങ്ങൾ തിരഞ്ഞെടുത്തോളാം എന്ന് പറയും. അത് ഞങ്ങൾ നോക്കുന്നത് ഏറ്റവും അമ്മയ്ക്കും കുഞ്ഞിനും അനുയോജ്യമായ തീരുമാനം എന്നായിരിക്കും, അതനുസരിച്ച് നമ്മൾ പറയും. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ദൈവാധീനം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു 80% സമയത്തും അതിന് മുമ്പേ ദൈവം തന്നെ തീരുമാനിക്കാറുണ്ടാവും. അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ, ഞാൻ പറയാം ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിർവചനം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിർവചിക്കപ്പെടാറുണ്ട്. വളരെ അപൂർവങ്ങളായി ഞങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ടൊന്നുമില്ല. കാരണം ഈ കേൾക്കുന്ന പ്രേക്ഷകരിൽ 1-2 പേരെങ്കിലും ഞങ്ങൾ സമയത്തിന് ചെയ്തു കൊടുത്തവരുണ്ടാവും. അപ്പോൾ ചെയ്തേക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ കൂട്ടത്തോടെ ചെയ്യുന്നതല്ല. മെജോറിറ്റി കേൾക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം ഞങ്ങളെപ്പോലുള്ളവർ നിരുത്സാഹപ്പെടുത്തുകയാണെന്നുള്ളത്. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ചേർത്തൽ സംഭവം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ഉണ്ടായത് കൂട്ടത്തോടെ സിസേറിയൻ ചെയ്തു, അത് മുഴുവനും ഡോക്ടർമാരാണ് കാരണക്കാരെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു സമൂഹത്തിൻ്റെയും കൂടി അല്ലേ ഈ ഡോക്ടർ പോകാൻ പാടില്ല, ഈ ഡോക്ടർ തന്നെ എൻ്റെ പ്രസവം എടുക്കണം. ഇന്ന് ഒരു ക്രിസ്മസിൻ്റെ അന്ന് ഒരു 4 ഡോക്ടേഴ്സ് ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കാം. ആ 4 ഡോക്ടേഴ്സ് തന്നെ എടുക്കണം. അതിൽ 5ാമത് ഇരിക്കണം മുസ്ലിം ഡോക്ടറോ ഹിന്ദു ഡോക്ടറോ എടുക്കാൻ പാടില്ല. അതെൻ്റെ ഡോക്ടറല്ല. അതെങ്ങനെ നിങ്ങളുടെ ഡോക്ടർ അല്ലാണ്ട് ഈ വൈദ്യം എല്ലാവരും ഒരുമിച്ചല്ലേ പഠിച്ചിരിക്കുന്നത്? ഓക്കെ, ഞങ്ങൾ അതുകൊണ്ടാണ് ഇതൊരു ടീം വർക്കാണെന്ന് പറയുന്നത്. ഓബ്സ്റ്ററ്റിക്സ് ഒരു ടീം വർക്കാണ്. ഒരാൾ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചത് ആ സെക്കൻഡ് മുതൽ മറ്റൊരാൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ അറിയാം. ശരിയായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ഈ ഡോക്ടർ രോഗി ബന്ധം എന്ന് പറയുമ്പോൾ ഞാനതിനെ മറിച്ച് അതിന് എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുന്നതല്ല. ഞാൻ ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോൾ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ, ഇപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ വിജയലക്ഷ്മിയെ കാണുവാൻ വേണ്ടിയാണ് പ്രഗ്നൻ്റായിട്ടുള്ള ലേഡീസ് ഇങ്ങോട്ട് വരുന്നത്, ഈ ഹോസ്പിറ്റലിലേക്ക്. തീർച്ചയായിട്ടും ഇവിടെ മറ്റുള്ള ഡോക്ടേഴ്സ് ഉണ്ട് എങ്കിലും ഡോക്ടർ വിജയലക്ഷ്മിയാണ് അവരുടെ ആദ്യവും അവസാനവും. അവരുടെ വിശ്വാസം മീൻസ് അവർ ആ ഒരു വ്യക്തിത്വത്തിൽ അവർ വല്ലാതെ വിശ്വസിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന, ഇപ്പം ഞാൻ പറയുന്നത് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടെയുള്ള ഡോക്ടേഴ്സിന് കഴിവില്ല എന്നല്ല, അവരെല്ലാവരും നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന ആളുകളുടെ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുകയാണ്, വരുന്ന ആളുടെ മനസ്സിൽ ഡോക്ടർ വിജയലക്ഷ്മി ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ഒരു സങ്കല്പമുണ്ടത്. അപ്പോൾ പലപ്പോഴും വന്ന് കണ്ട് ചില സാഹചര്യങ്ങളിൽ ഡോക്ടറിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഞാൻ ഡോക്ടറിനെ അല്ല ഉദ്ദേശിക്കും, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ എക്സാമ്പിളോട് കണക്റ്റഡ് ആയിട്ട് പറയുന്നതാണ്. ആ ഡോക്ടർ എൻ്റെ ഡെലിവറി എടുക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആ ഡോക്ടർ സാധിക്കില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ പേഷ്യൻ്റ് മീൻസ് ചിന്തിക്കുമായിരിക്കും, അയ്യോ ഡോക്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. അതൊരു പ്രതീക്ഷയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിശ്വാസം, അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീൻസ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ദീപാവലിയോ അല്ലെന്നുണ്ടെങ്കിൽ ഓണമോ അല്ലെങ്കിൽ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു റംസാൻ, അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങളോടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടി വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു പരിധിവരെ ഞാൻ സമ്മതിക്കുന്നു. കാരണം നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഇന്നത്തെ
മെഡിക്കൽ ചുറ്റുപാടുകൾ, ഞാൻ ഗവൺമെൻറ് ആശുപത്രിയെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും പ്രൈവറ്റ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട്. അതായത് അവർക്ക് വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അവർ പല രോഗികളും അവരെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് പ്രസവത്തിന് അവിടെ വരുന്നു. അപ്പോൾ അവർ ഒരു പ്രൈവറ്റ് പേഷ്യൻ്റ് എന്ന് വരുന്നു. ശരിക്കും നീതിയുക്തമായ വളരെ നല്ല ഒരു ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളിൽ ഇത് ബാധകമല്ല. അത് സിസ്റ്റമാണ് അത് ടേക്ക് കെയർ ചെയ്യണത്. നിങ്ങൾ ഇന്ന് ഓടുന്ന ബസ്സിൻ്റെ കണ്ടക്ടർ ആരാണെന്ന് നോക്കിയിട്ടാണോ ബസ്സിൽ കയറുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഇന്ന് പോകുന്ന ഇന്നത്തെ ധൻബാദ് എക്സ്പ്രസ്സിൽ നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ഏതാണെന്ന് നോക്കിയിട്ടാണോ? അല്ല. അല്ലെങ്കിൽ ഇന്ന് ഫ്ലൈറ്റിൽ. അവിടെയാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്, അവിടെയാണ് അതിൽ തമ്മിലൊരു ഒരു വ്യത്യാസം. അത് തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആ മേഖലയും ഈ മേഖലയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഒരു പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഡോക്ടർ, ഞാനിപ്പോൾ അതാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്, ഡോക്ടർ വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആ വ്യക്തിത്വത്തിലുള്ള ആ ഡോക്ടറിലുള്ള വിശ്വാസമാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഇങ്ങോട്ടേക്ക് മീൻസ് നമ്മളുടെ സ്ത്രീകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അത് 100% ഞാൻ വിസമ്മതിക്കുന്നില്ല. അത് എൻ്റെ 33 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ്. അതിന്